ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണാം. 91/2024 കേരള PSC ചോദിച്ചിട്ടുള്ള 2024 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിന്റെ 100 ചോദ്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ആദ്യ ചോദ്യം, 1916 DK കാർവേ ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടെയാണ്? മഹാരാഷ്ട്ര. DK കാർവെയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വനിതാ സർവകലാശാല സ്ഥാപിച്ചത്. ഏത് വർഷമാണ്? 1916. ഏത് സ്ഥലത്താണ്? മഹാരാഷ്ട്ര. ബംഗാളില് കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലുകളിൽ ശ്രദ്ധേയം ഏതാണ്? നീലം കർഷകർ, ആനന്ദമഠം. ആനന്ദമഠം ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ കൃതിയാണ്. സന്യാസി കലാപമാണ് ഇതിന്റെ പ്രമേയം. ഈ കൃതിയിൽ നിന്ന് എടുത്തതാണ് നമ്മുടെ ദേശീയ ഗീതം വന്ദേ മാതരം. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറയിട്ടെങ്കിലും ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി. ജാലിയൻ വാലാബാഗ് സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിച്ചത് ആരാണ്? ഗാന്ധിജി. ഇന്ത്യയുടെ രാഷ്ട്രപിതാവെന്ന് സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ച ഗാന്ധിജിയാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത്. ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു ഏതിനെയാണ്? ബംഗാളിനെയാണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് അറിയപ്പെടുന്നത്. ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായ അൽ ഹിലാലിന് നേതൃത്വം നൽകിയത് ആരാണ്? ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദാണ്. മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യൻ ഭരണഘടന ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റേത്? തെറ്റാണ് വേണ്ടത്. ആമുഖം നെഹ്റു. ശരിയല്ലേ? മൗലികാവകാശങ്ങൾ ഭാഗം 3 അമേരിക്കയിൽ നിന്ന് കടമെടുത്തു. നിർദ്ദേശ തത്വങ്ങൾ, ഗാന്ധിജിയുടെ ആശയങ്ങൾ ഇവിടെ പരാമർശിക്കുന്നു. ആമുഖമായിരുന്നു ലക്ഷ്യപ്രഖ്യാപന പ്രമേയം തന്നെ. ആ ഭരണഘടനയുടെ ശില്പിയാണ് BR അംബേദ്കർ. ആമുഖത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റുവാണ്. അപ്പൊ ആൻസർ ഡി തെറ്റാണ്. ഡി ആണ് ആൻസർ. ഇന്ത്യൻ ഭരണഘടനാ സവിശേഷത കണ്ടെത്തുക. ദൃഢം അയവുള്ള ഭരണഘടന. മണ്ഡല നിയമനിർമ്മാണ സഭ. സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഭരണഘടന, മാർഗനിർദ്ദേശക തത്വങ്ങൾ. അപ്പോ ദൃഢമാണ്, അയവുള്ളതാണ്. നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വേണമെങ്കിൽ വരുത്താം. അതായത് നമുക്ക് എന്ത് ചെയ്യാം? ഭേദഗതിയൊക്കെ വരുത്താം. അപ്പോ അയവുള്ളതാണ്, ദൃഢമാണ്. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുണ്ട്, ചിലയിടത്തൊക്കെ ഉണ്ടല്ലോ. ഇനി നമ്മുടെ ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യയിലെ രാജ്യസഭയെക്കുറിച്ചും ലോക്സഭയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ചില സംസ്ഥാനങ്ങളിലും ഉണ്ട്. സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഭരണഘടനയുണ്ട്. ഭരണഘടനയുണ്ടോ? ഇല്ല. സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഭരണഘടനയൊന്നുമില്ല. മാർഗനിർദ്ദേശ തത്വങ്ങൾ ശരിയാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിന്റെ ചുമതലകളെ സൂചിപ്പിക്കുന്നു? ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാകുക. ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. പാർലമെന്റ് ആണല്ലോ ഭേദഗതി പരിഗണിക്കുന്നതും അംഗീകരിക്കണമെങ്കിൽ പാർലമെന്റ് തന്നെയാണ് ഭരണഘടനാ ഭേദഗതിയൊക്കെ ചെയ്യുന്നത്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലും പങ്കെടുക്കുന്നുണ്ട്. ഇംപീച്ച്മെന്റ് നടപടികളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുന്നു. അപ്പൊ ആൻസർ പാർലമെന്റ്. മൗലികാവകാശങ്ങൾ കണ്ടെത്തുക. സാംസ്കാരിക വിദ്യാഭ്യാസപരമായ അവകാശം, മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. സൗജന്യ നിയമസഹായം കിട്ടുന്നുണ്ടോ? ഇല്ല. ലഹരി വസ്തുക്കളുടെ നിരോധനം മൗലിക അവകാശമാണോ? അല്ല. 1, 2 ശരിയാണ്. നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിന്റെ പരിണിതഫലം. നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാ പ്ലേറ്റോ. ഇങ്ങനെ പറഞ്ഞത് പ്ലേറ്റോ ആണ്. പരിണിത ഫലം പ്ലേറ്റോ. അപ്പൊ നമ്മൾ കൃത്യമായി രാഷ്ട്രീയത്തിൽ ഇടപെടുക, അല്ലെങ്കിൽ നമ്മളെക്കാളും മോശമുള്ളവരായിരിക്കും വന്നിരുന്ന് ഭരിക്കുന്നത്. പ്ലേറ്റോ. താഴെ തന്നിരിക്കുന്ന കേരളത്തിലെ ഒരു നവോത്ഥാന നായകനെ കുറിച്ചുള്ളതാണ്. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനം, സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് വാദിച്ചു. മിശ്രഭോജനം നടത്തി. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ആൻസർ ചട്ടമ്പി സ്വാമികളാണ്. വിദ്യയും വിത്തവും കേൾക്കുമ്പോൾ ചട്ടമ്പി എന്ന് പറയാം.
മിശ്രഭോജനം ഒരുപാട് പേർ നടത്തിയിട്ടുണ്ട്. ക്ഷേത്രപ്രവേശന വിളംബരത്തിനും ക്ഷേത്രപ്രവേശനത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും ഒരുപാട് നവോത്ഥാന നായകർ വാദിച്ചിട്ടുണ്ട്. അപ്പൊ വിദ്യയും മിത്തവും കാണുമ്പോൾ ഉറപ്പിക്കാം ചട്ടമ്പി സ്വാമികൾ. ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക. അയ്യങ്കാളി 1815 കൊല്ലം ജില്ല പെരിനാടിലള അല്ലെങ്കിൽ കല്ലുമാല സമരം ശരിയാണ്. ഗുരു 1888 തിരുവനന്തപുരം ജില്ല നെയ്യാറ്റിൻകര അരുവിപ്പുറം ക്ഷേത്രം ശിവപ്രതിഷ്ഠ നടത്തി ശരിയാണ്. വൈകുണ്ഠസ്വാമി ഐക്യത്തിനെതിരെ കിണറുകൾ കുഴിച്ചു. മുന്തിരി കിണർ എന്ന് ഇതിനെ അറിയപ്പെടുന്നു ശരിയാണ്. സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് തെറ്റ്. ഇതാണ് ചോദ്യം. രാമകൃഷ്ണപിള്ള അതിന്റെ പത്രാധിപരാണ്. ലണ്ടൻ മിഷൻ സൊസൈറ്റി മിഷണറി സംഘം കേരളത്തിൽ എവിടെയാണ് പ്രവർത്തിച്ചത്? തിരുവിതാംകൂർ. ബേസിൽ ഇവാഞ്ചലിക്കൽ മിഷൻ മലബാറിലായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തി. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക്. ഇത് നവംബർ 1, 1924 തുടങ്ങി നവംബർ 12 തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നു. വൈക്കം സത്യാഗ്രഹം 603 ദിവസം നീണ്ടുനിന്നു. പഞ്ചാബിൽ നിന്ന് അകാലികൾ പങ്കെടുത്തു. വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് EV രാമസ്വാമി നായ്ക്കറാണ്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ്? EMS നമ്പൂതിരിപ്പാട്. കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ്. ഇദ്ദേഹത്തിന് എതിരെ 1959 ജൂൺ 12 വിമോചന സമരം ആരംഭിച്ചു. അതിന്റെ നേതാവ് മന്നത്ത് പത്മനാഭനാണ്. 1959 ജൂലൈ 30 തന്നെ ഇദ്ദേഹം പുറത്താക്കപ്പെടുന്നു. 2024 നിലവിൽ വന്ന ലോക്സഭ എത്രാമത്തേതാണ്? 18ാം ലോക്സഭാ സമ്മേളനം 18ാമത്തെ ലോക്സഭയാണ് 2024 തെരഞ്ഞെടുക്കപ്പെട്ടത്. വയനാട്ടിൽ നിന്ന് വിജയിച്ച രാഹുൽ ഗാന്ധിക്കാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത്. രാഹുൽ ഗാന്ധി വയനാടിന്റെ സ്ഥാനം രാജിവെച്ചു. കാരണം 2 തവണ 2 സ്ഥലത്ത് നിന്നു. ഇപ്പോൾ റായ്ബറേലി ജയിച്ചതുകൊണ്ട് അതെടുത്തു, വയനാട് രാജിവെച്ചു. ഇപ്പൊ പ്രിയങ്ക ഗാന്ധിയാണ് വയനാടിന്റെ MP. അപ്പോ ലോക്സഭ 18ാം ലോക്സഭ. ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ധർമ്മേന്ദ്ര പ്രധാനാണ്. താഴെ കൊടുത്തിരിക്കുന്ന പഞ്ചശീല തത്വങ്ങളിൽ ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? 54 ചൈന അതിർത്തി തർക്കം ഇന്ത്യ ചൈന ഒപ്പുവെച്ചോ? പഞ്ചശീല തത്വം ശരിയാണ്, ഇന്ത്യ ചൈനയാണ്. ഇരു രാജ്യങ്ങൾ അതിർത്തി പരമാധികാരം പരസ്പരം അംഗീകരിക്കുക പ്രധാന തത്വമാണ്. ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് ഒപ്പുവെച്ചത് 54 അല്ല, ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റുവും ചൗവൻ ലായുമാണ് ഒപ്പുവെച്ചത്. അപ്പൊ 3 തെറ്റ്. താഴെ കൊടുത്തിരിക്കുന്ന കാലഗണനയനുസരിച്ച് ക്രമീകരിക്കുക. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സമിതി നിലവിൽ വന്നു. സംഘടന 1969, ISRO. ഇനി ആര്യഭട്ട 1975. ചന്ദ്രയാൻ ദൗത്യം ആരംഭിക്കുന്നത് 2000-കളിലാണ്. അപ്പൊ ഏറ്റവും ലാസ്റ്റത്തത് ചന്ദ്രയാൻ ദൗത്യമാണ് അല്ലെ? ലാസ്റ്റത്തത് ചന്ദ്രയാൻ ദൗത്യമാണ്. എല്ലാത്തിലും ലാസ്റ്റ് ചന്ദ്രയാൻ ദൗത്യമാണ്. അത് കഴിഞ്ഞ് ആര്യഭട്ട വരണം. 3 ആണ് അത് കഴിഞ്ഞ് വരേണ്ടത്. 3 ആണ് വരേണ്ടത്. സമിതിയാണോ ആദ്യം അതോ സംഘടനയാണ്? ആദ്യം സമിതി വരണം, പിന്നെയാണ് ഗവേഷണ സംഘടന. അപ്പൊ ഓപ്ഷൻ A ആണ്. 1, 2, 3, 4. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ പ്രധാന ഇരുമ്പുരുക്കശാലകൾ സഹായിച്ച രാജ്യങ്ങൾ. തെറ്റായ ജോഡി. ബിലായിയും ബൊക്കാറോയും. ബിലായി ബൊക്കാറോയും രണ്ടും B ആണ്. റഷ്യ. സോവിയറ്റ് യൂണിയൻ ഇവിടെ ശരിയാണ്, പക്ഷേ ഫ്രാൻസ് തെറ്റാണ്. ദുർഗാപൂർ ബ്രിട്ടനാണ്. ജർമ്മനി റൂർക്കേലയാണ്. 4 തെറ്റ്. ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ 1ാം പഞ്ചവത്സര പദ്ധതി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. 1951-56 പദ്ധതിയുടെ കാലയളവ്. കാർഷിക മേഖല സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകി. ഹരോഡ് ഡോമർ മാതൃക എന്ന് അറിയപ്പെടുന്നു. വ്യാവസായിക വിപ്ലവം 2ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇത് തെറ്റാണ്. അപ്പൊ 1 ഹരോഡ് ഡോമർ മോഡലാണ്. കാർഷിക സമഗ്ര വികസനമാണ്. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ്. ഈ വാക്കുകൾ ആരുടേതാണ്? ജവഹർലാൽ നെഹ്റു. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആര്? സുമൻ കെ ബെറിയാണ്. ചെയർമാൻ മോദിജി. BVR സുബ്രഹ്മണ്യം CEO ആണ്. ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയത് എന്ന്. ഇന്ത്യയുടെ ബഹിരാകാശ ദിനമാണ് ഓഗസ്റ്റ് 23. 2023 ഓഗസ്റ്റ് 23 ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയത്. ജൂലൈ 14, 2023 വിക്ഷേപിച്ചത്.
ജൂലൈ വിക്ഷേപിച്ചു. ഓഗസ്റ്റ് 5-നാണ് ചന്ദ്രന്റെ ധ്രുവത്തിലെത്തുന്നത്, അതായത് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തുന്നത്. ദക്ഷിണ ധ്രുവം സൗത്ത് പോളിൽ ലാൻഡ് ചെയ്യുന്നത് ഓഗസ്റ്റ് 23. ഇന്ത്യയിലെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത് കണ്ടെത്തുക. ശരി. അപ്പൊ പൂർവാചൽ അല്ലെങ്കിൽ കിഴക്കൻ മലനിരകൾ, പട്കായി ഭൂം, മീസോ കുന്നുകൾ, ഗാരോവാസി, ജയന്തിയ കുന്നുകൾ, മിസോറാം, ലൂഷായി ഹിൽസ് മിസോറാമിലെ, ഇതൊക്കെ അതാണ്. ഹിമാദ്രിയോ? ഹിമാദ്രി തെറ്റാണ്. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് ഒക്കെ ഉത്തര പർവ്വത മേഖലയിലുള്ളതാണ്. 3 തെറ്റ് എന്ന് മനസ്സിലാക്കുമ്പോൾ 1 to 4 ആണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യൻ പടിഞ്ഞാറൻ തീരസമതലം ബന്ധപ്പെട്ട പ്രസ്താവന ശരിയല്ലാത്തത് ഇത്. പടിഞ്ഞാറ്, കിഴക്ക്. പടിഞ്ഞാറ് വിസ്തൃതി കുറവാണ്, വിസ്തൃതി കിഴക്കിന് കൂടുതലാണ്. വീതി കണ്ടോ, വീതി കൂടുതൽ. പടിഞ്ഞാറിന് വീതി കുറവാണ്. ബന്ധപ്പെട്ട പ്രസ്താവന ശരിയല്ലാത്തത് കണ്ടെത്തുക. അപ്പൊ 4 വേണം, ശരിയല്ലാത്തതാണ് വേണ്ടത്. ഓക്കെയാണ്. ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് 4 വരുന്നതാണ് നമ്മളുടെ ഉത്തരം. പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ കേരളം ഉൾപ്പെടുന്നുണ്ട്. ഡെൽറ്റ രൂപീകരണം ഉണ്ടോ? ഇല്ല. ഡെൽറ്റ രൂപീകരണം നടക്കുന്നുണ്ടോ? ഇല്ല. കായലുകൾ, അഴിമുഖങ്ങളും കാണപ്പെടുന്നുണ്ട്. അത് ശരിയാണ്. കായലുകൾ, അഴിമുഖങ്ങൾ. അപ്പൊ ഈ 3 നമ്മുടെ ഉത്തരത്തിൽ വരാൻ പാടില്ല. 3 വരാൻ പാടില്ല. 2 ശരിയാണ്. ഇതാണ് ശരി. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്നു. റാൻ ഓഫ് കച്ച് ടു കന്യാകുമാരി വരെയാണ് നീണ്ടുകിടക്കുന്നത്. അത് ശരിയായ പ്രസ്താവനയാണ്. ശരി എഴുതാൻ പാടില്ല, തെറ്റെഴുതാനാണ് ചോദ്യം. ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹം ബന്ധപ്പെട്ട പ്രസ്താവന ശരിയേ? ആൻഡമാൻ എന്ന് പറയുമ്പോൾ അറബിക്കടലാണോ? അല്ല, ബംഗാൾ ഉൾക്കടല. ശരിയല്ലേ ചോദ്യം? ശരി. 1 ശരിയാണോ? അല്ല. അപ്പൊ 2 ഉത്തരമായി. ഏകദേശം 200 ദ്വീപുകൾ, 560 സംതിങ് ദ്വീപുകളുണ്ട് അല്ലെ, 570 ആ ഒരു റേഞ്ചാണ്. അപ്പൊ 2 നമ്മുടെ ഉത്തരമായി. പോർട്ട് ബ്ലെയർ തലസ്ഥാനമാണ്. ശരിയാണ്. പോർട്ട് ബ്ലെയറിന്റെ പേര് മാറ്റിയില്ലേ? പോർട്ട് ബ്ലെയറിന്റെ പേര് ഇപ്പോ എന്താണ്? പോർട്ട് ബ്ലെയറിന്റെ പേര് മാറ്റി എന്നുള്ള കാര്യം പഠിച്ചു വെക്കുക. നമ്മൾ ടെലിഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പോർട്ട് ബ്ലെയറിന്റെ ഇപ്പോഴത്തെ പേരെന്ത് എന്നുള്ളത്. അപ്പൊ അത് ഇപ്പോഴത്തെ, അതായത് ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ജിക്കെ തന്നെയാണ് കേട്ടോ. പോർട്ട് ബ്ലെയറിന്റെ പേര് മാറ്റി എന്നുള്ളത് പഠിച്ചു വെക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം കറണ്ട് അഫയേഴ്സിൽ പറഞ്ഞതാണ് അല്ലെ പോർട്ട് ബ്ലെയറിന്റെ കാര്യം. ഓക്കെ. അപ്പോ ഇനി നമുക്ക് വേണ്ടത് മറ്റൊരു ക്വസ്റ്റ്യൻ. പോർട്ട് ബ്ലെയർ ആണ് തലസ്ഥാനം. ശരിയാണ്. പോർട്ട് ബ്ലെയർ ആണ് തലസ്ഥാനം. ഏതാണ് തലസ്ഥാനം? പോർട്ട് ബ്ലെയർ ആണ് തലസ്ഥാനം എന്നുള്ളത് ഓർക്കുക. ക്ലിയർ ആണ്. ഇനി 36 ദ്വീപുകളാണോ? അല്ല, അത് ലക്ഷദ്വീപാണ് 36 ദ്വീപുകൾ എന്ന് പറയുന്നത്. അപ്പൊ 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. താഴെ നൽകിയിട്ടുള്ളവയിൽ ഇന്ത്യയുടെ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യയുടെ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്തുക. കാൺല, പാരദീപ്, നവശേവ, ഹാൽദിയ. അപ്പൊ കിഴക്ക് തീരത്ത് കുറച്ച് തുറമുഖങ്ങളുണ്ട്, പടിഞ്ഞാറൻ തീരത്ത് കുറച്ച് തുറമുഖങ്ങളുണ്ട്. ഇതിലെ കിഴക്ക് തീരത്തെ തുറമുഖങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. കാണ്ടില, നവശേവ, ഇത് രണ്ടും മുംബൈയുടെ തിരക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി നിർമ്മിച്ചതാണ്. കാണ്ടിലയും നവശേവയും. അപ്പോ ആൻസർ പാരദീപും ഹാൽദിയുമാണ് കിഴക്ക്. മറ്റേത് രണ്ടും പടിഞ്ഞാറൻ തീര സമതലമാണ്. ഏത് നദിയുടെ പോഷക നദിയാണ്? തുംഗഭദ്ര. തുംഗഭദ്ര എന്ന് പറയുന്നത് കൃഷ്ണയുടെ പോഷക നദിയാണ്. തുംഗഭദ്ര എന്ന് പറയുന്നത് കൃഷ്ണാ നദിയുടെ പോഷക നദിയാണ്. ഓക്കെയാണ്. ഇനി അടുത്ത ചോദ്യം. ഇപ്പോ നമ്മുടെ പോർട്ട് ബ്ലെയറിന്റെ പുതിയ നെയിം എന്താന്ന് ചോദിച്ചാൽ ശ്രീ വിജയപുരം എന്നാണ്. അതുകൂടി ഒന്ന് ഓർത്തു വെച്ചേക്കാം. ശ്രീ വിജയപുരം എന്നാണ് പോർട്ട് ബ്ലെയർ, ആൻഡമാൻ നിക്കോബാറിന്റെ തലസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ പേര് ശ്രീ വിജയപുരം എന്നാണ്. കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ തന്നിരിക്കുന്നു. ശരിയല്ലാത്തത് കണ്ടെത്തുക. വാഴച്ചാൽ തൃശൂർ, ചീയപ്പാറ പത്തനംതിട്ട, പാലരുവി കൊല്ലം, തുഷാരഗിരി കോഴിക്കോട്. തുഷാരഗിരി ശരിയാ, പാലരുവി ശരിയാ, വാഴച്ചാലും ശരിയാണ്. ചീയപ്പാറ ഇടുക്കി, പത്തനംതിട്ട തെറ്റാണ്.
ഇനി അടുത്തത് കേരളത്തിലെ നദികളെ സംബന്ധിച്ച് പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? അപ്പോ ആൻസർ നമുക്ക് നോക്കാം. കേരളത്തിലെ നദികളുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത് ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാ? പെരിയാർ. ശരിയാണല്ലോ, 1 ശരിയാണ്. വേമ്പനാട് കായലിൽ പതിക്കുന്ന പമ്പ നദിയുടെ പോഷക നദികളാണ് കക്കി, കല്ലാർ. കക്കി, കല്ലാർ ശരിയാണ്. പാലക്കാട്, മലപ്പുറം, തൃശൂർ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ അറബിക്കടലിൽ പോയി പതിക്കുന്നു. മലപ്പുറം ജില്ലയിലെ പൊന്നാനി വഴിയാണ് അറബിക്കടലിൽ പതിക്കുന്നത്. എല്ലാം ശരിയാണ്. ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകളൊന്ന് പഠിച്ചു വെക്കുക. മലപ്പുറം, തൃശൂർ, പാലക്കാട് ഒക്കെയാണ്. മലപ്പുറം, തൃശൂർ, പാലക്കാട്. നമ്മൾ PTM എന്ന് പഠിക്കാം, അല്ലെങ്കിൽ MPT എന്ന് പഠിക്കാം. അങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് കോഡ് ഉണ്ടാക്കി പഠിക്കാം. PTA മീറ്റിംഗ് എന്ന് പറയത്തില്ലേ, അപ്പൊ PTM മലപ്പുറം ഉണ്ടെന്നറിയാലോ, PTM. കേരളത്തില് ദേശീയോദ്യാനത്തെ സംബന്ധിച്ച് പ്രസ്താവനകളിൽ ശരി കണ്ടെത്തുക. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ശരിയല്ലേ? യുനെസ്കോ പൈതൃക പട്ടിക ഉൾപ്പെട്ടതാണ്. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഇരവികുളം ഏറ്റവും വലുതാണ്. അത് തെറ്റാണ് അല്ലെ? 3 തെറ്റാണ്. നമുക്ക് ശരിയായതാണ് വേണ്ടത്. 3 തെറ്റാണെന്ന് അറിയാവുന്ന ഒരാൾക്ക് ഉത്തരത്തിലെത്താം. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം ഇരവികുളമാണ്. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന. തെറ്റ് വേണം. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യമാണ് കാനഡ. ശരിയാണ്. തെറ്റാ നമുക്ക് വേണ്ടത്. അതുകൊണ്ട് 1 നമ്മുടെ ഉത്തരമാകാൻ പാടില്ല. മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റ്യാടി. ശബരിഗിരി ആണോ? അല്ല, കുറ്റ്യാടി. അപ്പൊ 2 നമ്മളുടെ ആൻസർ ആയിരിക്കണം. അപ്പൊ തന്നെ ഉത്തരം കിട്ടി. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ, പത്തനംതിട്ട ജില്ല. ശരി. ഇടുക്കിയുടെ 780 മെഗാവാട്ടാണ്. തെറ്റാണ്. ഇപ്പൊ 2ഉം 4ഉമാണ് തെറ്റായിട്ടുള്ളത്. മലനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. മലനാടുകൾ ശരിയല്ലാത്തത്. സമുദ്രനിരപ്പ് 7.5 to 75 മീറ്റർ. തെറ്റാണ്. ഇത് ഇടനാടാണ്. 75 മീറ്ററിൽ കൂടുതലാണ് മലനാട്. കുന്നുകളുണ്ട്, മലകളുണ്ട്, നദികളാണ് ഉത്ഭവിക്കുന്നു. മലനാടിന്റെ ഭൂരിഭാഗം വനങ്ങളാണ്. 1 മാത്രമാണ് തെറ്റ്. കേരളത്തിലെ അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരൊക്കെ? അത്ലറ്റ്സ് ആണ് ചോദിച്ചത്. KT ഇർഫാൻ, സിനി ജോസ്, അഞ്ജു, ബോബി ജോർജ്. കേരളത്തിലെ മത്സ്യബന്ധന മേഖലകളിൽ യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? അപ്പൊ ജിമ്മി ജോർജ് വോളിബോൾ ആണ് എന്ന് എല്ലാവർക്കും അറിയാലോ. ജിമ്മി ജോർജ് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ വോളിബോൾ താരമാണ്. അത്ലറ്റിനെയാണ് ചോദിച്ചത്. കേരളത്തിലെ മത്സ്യബന്ധനം യോജിക്കാത്തതാണ്. യോജിക്കാത്തത് 2ഉം 3ഉം മാത്രമാണ്. ഇത് 2ഉം തെറ്റാണ്. മത്സ്യബന്ധന ആസ്ഥാനം കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം മത്തി എന്നുള്ളത് കരിമീൻ. അപ്പോൾ ശരി. 1984 മത്സ്യബന്ധനം ആരംഭിച്ചത്. മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന. ആദ്യ വന്യജീവി സങ്കേതം പെരിയാർ, നെല്ലിക്കാമ്പട്ടി വൈൽഡ് ലൈഫ് സാങ്ച്വറി. കടൽ തീരമില്ലാത്ത ജില്ല പത്തനംതിട്ട, ഇടുക്കി, വയനാട്, കോട്ടയം, പാലക്കാട്. 5 ജില്ലകൾക്ക് കടൽ തീരമില്ല. താഴെ പറയുന്ന കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത 3. ചന്ദ്രയാൻ 3 ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തു. രണ്ടാമത് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു 2023 ഓഗസ്റ്റ് 23. ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ 2 ക്വസ്റ്റ്യൻ. എഴുത്തച്ഛൻ പുരസ്കാരം 23 SK വസന്തൻ, 24 NS മാധവൻ. ഹിഗ്വിറ്റ് എഴുതിയ വ്യക്തി. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റു പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി കെടാവിളക്ക്. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടിയ ആദ്യ താരം വിരാട് കോഹ്ലി. താഴെ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ: വോട്ടർ പട്ടിക തയ്യാറാക്കണം, തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ, വോട്ട് എണ്ണൽ, ഫലപ്രഖ്യാപനം, പെരുമാറ്റച്ചട്ടം രൂപീകരിക്കൽ. എല്ലാം ശരിയാണ്. നാട്ടുരാജ്യ സംയോജനം സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനുമാണ് ഇതിന് നേതൃത്വം നൽകിയത്. താഴെ പറയുന്ന ഖാരിഫ് വിള: ഗോപുവിന് പക, ഗോതമ്പ്, പുകയില, പയറ്, കടുക്. ഗോതമ്പ്, പുകയില, പയറ്, കടുക്. ഇത് റാബി വിളയാണ്. ബാർലി. നെല്ല് ഖാരിഫ് വിള. പഴവർഗവും സെയ്ത് വിളയാണ്. പഴവർഗ്ഗങ്ങൾ സെയ്ത് വിള. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാപ്പിക്കുരു ഏതാണ്? ചോദ്യം എലിമിനേറ്റ് ചെയ്തു.
ISRO സ്ഥാപിതമായത് 69-ലാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. യുനെസ്കോ സാഹിത്യ നഗര പട്ടിക ഉൾപ്പെട്ടത് കോഴിക്കോട്. 2023 ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം ജാതി സെൻസസ് ബീഹാർ. ഇന്ത്യ 2023 ഏഷ്യൻ ഗെയിംസ് നേടിയ ആകെ മെഡലുകളുടെ എണ്ണം. ഇന്ത്യ നേടിയത് 107 മെഡലുകൾ. സൂര്യനെ കുറിച്ച് പഠിക്കുന്ന ഇന്ത്യയുടെ ദൗത്യം ആദിത്യ L1. ഏറ്റവും ചെറിയ അസ്ഥി ചെവിയിലാണ്, സ്റ്റേപ്പിസ്. ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? 1-4. വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് നിശാന്തത. ബെർബറി വൈറ്റമിൻ B1ന്റെ കുറവ് മൂലം ഉണ്ടാകുന്നു. സി ആണോ? അല്ല. എയുടെ കുറവാണോ വർണ്ണാന്തത? അല്ല. റെഡ് പച്ച കാണുന്നില്ല, അത് വർണ്ണാന്തത എയുടെ കുറവല്ല. സിറോഫ്താൽമിയ നിശാന്തതയൊക്കെയാണ് എയുടെ കുറവ്. ബുദ്ധിമാന്റെ നെല്ലെന്നറിയപ്പെടുന്ന നെല്ലിനം പൊക്കാളി. കേരള വന ഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വനഗവേഷണം പീച്ചി. ആഹാര ശൃംഖല ഒന്നാമത്തെ ട്രോപ്പിക് തലത്തിലെ ജീവികൾ എപ്പോഴും ഉൽപാദകർ ഹരിതസസ്യങ്ങളായിരിക്കും. പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ. ഈ പുസ്തകം എഴുതിയത് ആരാണ്? അരുൺ അലോഷ്യസ്. ഗുണനിലവാരം നിലനിർത്തുന്ന സവാള കൂടുതൽ കാലം കേടാകാതെ സൂക്ഷിക്കാനുള്ള സംവിധാനം കണ്ടെത്തിയ സ്ഥാപനം ഏതാ? ബാർക്ക്. വളരെ മികച്ച കറണ്ട് അഫയേഴ്സ് എല്ലാം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇടാറുണ്ട് കേട്ടോ. വേണ്ടത് മാത്രം, ചവറുകളൊന്നും ഇടാറില്ല. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെ ഇടാറുണ്ട്. ഇതൊക്കെ നമ്മൾ ഇട്ടിട്ടുള്ളതാണ്. അപ്പൊ അത് റെഗുലർ ആയിട്ട് എല്ലാ മാസത്തിലെയും എഴുതിയെടുത്ത് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കറണ്ട് അഫയേഴ്സിൽ. ഇനി നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് കണ്ടാലും മതി, യൂട്യൂബിൽ നമ്മൾ ഇടുന്നുണ്ട്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? 1-4. SI യൂണിറ്റ് ജൂള്. SI യൂണിറ്റ് കെൽവിൻ താപനില. താപമാണെങ്കിൽ ഊർജം ജൂള്, താപോർജം, പ്രവൃത്തി ജൂള്. ഇത് രണ്ടുമാണ് ശരി. തെറ്റായ ജോഡി. പവർ വാട്ടാണ്, പ്രവൃത്തി ജൂളാണ്, ഊർജം ജൂളാണ്. ബലം മർദ്ദമാണ്, പാസ്കൽ. അല്ലെ? ബലം ഫോഴ്സ് ആണ്, ന്യൂട്ടൺ ആണ്. ഫോഴ്സ് ന്യൂട്ടൺ, മർദ്ദം പാസ്കൽ, പ്രഷർ ആണ് പാസ്കൽ. അലൂമിനിയത്തിന്റെ ധാതുവാണ്, ഞാൻ തപ്പിയ ബോക്സൈറ്റ് വിടില്ല, ബോക്സൈറ്റ്. കാൽസ്യത്തിൻ്റെതാണ് ജിപ്സം. പക്ഷേ ഒരാളുണ്ടായിരുന്നുണ്ട് ക്രയോലൈറ്റും ബോക്സൈറ്റും. മാഗ്നറ്റൈറ്റ് സിഡറൈറ്റ് ഒക്കെ ഇരുമ്പിൻ്റെതാണ്. തെർമോപ്ലാസ്റ്റിക് ഉദാഹരണം അല്ലാത്തത് ഏതാ? ബേക്കലൈറ്റ് ഉദാഹരണം അല്ല. അപ്പോൾ തെർമോപ്ലാസ്റ്റിക് ആണ് പോളിത്തീൻ, PVC, നൈലോൺ. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കുന്ന കണ്ണിന്റെ ന്യൂനതകൾ ദീർഘദൃഷ്ടിയും വെള്ളെഴുത്തുമാണ്. ദീർഘദൃഷ്ടി, വെള്ളെഴുത്ത്. കോൺവെക്സ് ലെൻസ് ദീർഘദൃഷ്ടിയുണ്ട്, വെള്ളെഴുത്തുണ്ട്. അപ്പൊ കോൺവെക്സ് ആണ്, കോണ് വെക്സ് ആണ്, അങ്ങനെ ഓർക്കുക. കോൺവെക്സ്, ഇതാണ് കോൺവെക്സ്, നടുക്ക് വലുത്. ഏതൊക്കെയാണ്? ദീർഘദൃഷ്ടി, പിന്നെ വെള്ളെഴുത്ത്. അപ്പോ നമുക്ക് വെള്ളെഴുത്ത്, നമ്മൾ വെള്ള കളറില് അല്ലെ, വെള്ളെഴുത്ത്, വെള്ള, ദീർഘനാൾ ഇങ്ങനെ വെള്ള കളറിലെ സാധനങ്ങൾ ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആലോചിച്ച് നോക്കുക. വെള്ളെഴുത്ത്. 2023 സെപ്റ്റിമിയാസ് അവാർഡ്സിൽ മികച്ച ഏഷ്യൻ നടനായി തിരഞ്ഞെടുക്കപ്പെട്ട നടൻ ആരാണ്? സെപ്റ്റിമിയാസ് അവാർഡ്സ് പലതരം അവാർഡ് കണ്ടോ? അടുത്തൊരു അവാർഡ് ടൊവിനോ തോമസ്. പോർച്ചുഗീസിന്റെ ഇപ്പോഴത്തെ അവാർഡ് കിട്ടിയത് ആർക്കാണ്? ടൊവിനോ തോമസ്. 38ാമത് ദേശീയ ജൂനിയർ അത്ലറ്റ് ചാമ്പ്യൻഷിപ്പ് വേദിയായ നഗരം ജൂനിയർ അത്ലറ്റ് കോയമ്പത്തൂർ. ശരിയായ പ്രസ്താവന. ഡിഫ്തീരിയ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗം ശരി. ക്ഷയം ബാക്ടീരിയ ശരി. എലിപ്പനി ബാക്ടീരിയ ശരി. ഡിഫ്തീരിയ തൊണ്ടമുള്ളെന്നറിയപ്പെടുന്നു ശരി. കോളറ വായുവിലൂടെ പകരുന്നു തെറ്റ്. ചിക്കുൻഗുനിയ മലിനജലത്തിലൂടെ പകരുന്നു തെറ്റ്. കൊതുക് പരത്തുന്നു, ഒന്ന് മാത്രമാണ് ശരി. അനോഫിലസ് പെൺകൊതുകുകൾ. ആന മലയിൽ കയറി, മലമ്പനി. അനോഫിലസ്, ആന മലയിൽ കയറി. ശരിയായ ജോഡി. ക്ഷയത്തിന്റെ അല്ലേ BCG? ഇനി ഇതിനകത്ത് ഒന്ന് മാത്രമാണ് ശരി. അടുത്തത് ഡിഫ്തീരിയയുടേത് DPT ആണ്. ഡിഫ്തീരിയ, പെർട്ടുസിസ്, ടെറ്റനസിന്റെ ഒക്കെ DPT ആണ്. പെർട്ടുസിസ് എന്ന് പറയുന്നത് വയറ്റിളക്കമാണ് കേട്ടോ, വയറുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർക്കുക. ഇനി രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം. ഹീമോഗ്ലോബിന് ഇരുമ്പ് വേണം. ജീവിതശൈലി രോഗം അല്ലാത്തതേത്? പക്ഷാഘാതം, പ്രമേഹം, ഫാറ്റി ലിവർ ആണ്. ഹീമോഫീലിയ ജനിതക രോഗമാണ്. അവയവദാനം ബന്ധപ്പെട്ട് ശരി. മൃതസഞ്ജീവനി അവയവദാന പദ്ധതി. അശ്വമേധം കുഷ്ഠം, നിപ്പ വൈറസ് രോഗമാണ്. ഇത് വവ്വാല് പരത്തുന്നു.
ആതിഥേയ ജീവിയുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകാൻ കഴിവുള്ള രോഗാണോ വൈറസ്. ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാ രീതി അലോപ്പതി. എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതി ഏതാണ്? വിമുക്തി എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ടതാണ്. സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? മെഡിസെപ്പാൻ. ശൈശവവിവാഹം തടയുന്നതിന്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതി എന്ത്? പൊൻവാക്ക്. മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആരാ? മോഹൻലാൽ. അങ്ങനെ 80 ക്വസ്റ്റ്യൻസ് നമ്മുടെ പ്രിലിംസ് ഒക്കെ പോലെ തന്നെ ഇത് ഫീൽഡ് വർക്കറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു കേട്ടോ. അപ്പോൾ 80 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഫൈനൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഇത്. 1 മണിക്കൂർ 30 മിനിറ്റ് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതാണ് ഇത്രയും സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് വന്നത്. ഞാൻ ഇതിന്റെ ആൻസേഴ്സ് മാത്രം ഇട്ടു പോവുകയാണ് കേട്ടോ. മാത്സ് കൂടുതൽ പറയുന്നില്ല, എല്ലാവരും ചെയ്യാൻ നല്ല സമയം വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ ആൻസർ ഇട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കിയിട്ട് ആൻസർ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. 88ാമത്തെ ചോദ്യം കണ്ടോ, ഇതിങ്ങനെ അങ്ങ് വെട്ടിക്കളയുക. 0.3 into 0.2 ആണ് 0.6. അപ്പൊ എന്ത് കിട്ടി? ഇവിടെ 0.44 വെട്ടി 0.3 into 0.2 എന്ന് വെച്ചാൽ 0.06 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഉത്തരം വരുന്നത് 1.2 എന്നാണ്. ഇങ്ങനെ നമ്മൾ വെട്ടുമ്പോൾ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ 2 സ്ഥാനം, ഇവിടെ 1 സ്ഥാനം, 1 സ്ഥാനം, 4 സ്ഥാനം, 12, 4, 6. താഴെയോ 1, 2, 3 സ്ഥാനം. അപ്പോൾ ഇവിടെ 4 സ്ഥാനം ഇട്ട് ഞാൻ 2 എടുത്തും ഗുണിച്ചു. അപ്പൊ ഇവിടുത്തെ എല്ലാം ക്ലിയർ ആയി കിട്ടി. ഇവിടെ എനിക്ക് എന്ത് വന്നു? ഒരെണ്ണം അഡീഷണൽ വന്നു. ഇവിടെ എല്ലാം വെട്ടിപ്പോയി. ഇതെല്ലാം സ്ഥാനം മാറി. ഇവിടെ ഒരെണ്ണം അഡീഷണൽ വന്നു. എല്ലാ സ്ഥാനവും വെട്ടിക്കളയുക. അപ്പൊ ഇത് 1.2 കണ്ടോ, 12/10 1. ഇങ്ങനെ ചെയ്യാമെങ്കിൽ പെട്ടെന്ന് കിട്ടും. മറ്റേ നമുക്കൊരു കൺഫ്യൂഷൻ നിൽക്കും. ഇനി അടുത്തതിലേക്ക് പോകുന്നു. 90, 180. നിശ്ചയിച്ചരിക്കാവുന്ന ചെറിയ സംഖ്യ ചോദിച്ചാൽ എന്ത് ചെയ്യണം? LCM കാണണം. LCM കാണുമ്പോൾ കിട്ടും. 6 കൊണ്ട്, അല്ലെങ്കിൽ 6 കൊണ്ട് 6 2 12, 6 3 18, 3 കൊണ്ട് I 3 15, 1 കണ്ടോ, 18 × 10 180. ഇനി ഇത് കണ്ടോ, സാധാ ബോർഡ് മാസ്. ഇനി ഈ ശ്രേണിയുടെ വിട്ടുപോയ ഭാഗം ഏതാണ്? 56. ഒറ്റയാനെ കണ്ടെത്തുക. 4:65. 25, 5, 32 ADKM. ഇനി ചോദ്യം 125/13. അടുത്തത് എലിമിനേറ്റ് ചെയ്തു. ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ എലിമിനേറ്റ് ചെയ്തു. ഓപ്ഷൻ സി. അങ്ങനെ 100 ചോദ്യങ്ങൾ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ട് ഒരുപാട് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. പ്രിലിംസ് എക്സാം എന്ന് പറഞ്ഞിട്ട് ഒരു ബാച്ച് കോഴ്സ് തന്നെ അവൈലബിൾ ആണ്. ബാച്ച് കോഴ്സ് എന്നല്ല, ഒരു പ്ലേലിസ്റ്റ് അവൈലബിൾ ആണ്. നമ്മളുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് കിട്ടും. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എല്ലാ എക്സാംസും കാണാം. ഇനി കറണ്ട് അഫയേഴ്സ് 2024 നിങ്ങൾ നോക്കാമെങ്കിൽ മികച്ച കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാം. 100 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് അത് വെച്ച് പഠിക്കാം. ഇനി 2024 PST വെച്ച് എല്ലാ കറണ്ട് അഫയേഴ്സും ഞാൻ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് എടുത്ത് തന്നിട്ടുണ്ട്. ഇത് കൂടാണ്ട് 2024, 23 എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലേലിസ്റ്റുകൾ കാണാം. അത് ആ വർഷങ്ങളിൽ PST ചോദിച്ച എല്ലാ എക്സാമുകളുമാണ്. ഇനി 2021 മുതൽ 24 വരെ PST ചോദിച്ചിട്ടുള്ള എല്ലാ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻസും നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് കഴിയും. അപ്പോൾ അതുപോലെ മോഡൽ എക്സാംസ് ഇതെല്ലാം കിടപ്പുണ്ട്. നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് നോക്കി ഇതെല്ലാം ചെയ്യാം, പഠിക്കാം. വളരെ വേഗത്തിലാണ് നമ്മൾ ക്ലാസ്സുകൾ ചെയ്യുന്നത്. അപ്പോൾ നന്നായി പഠിക്കുക. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ് വീണ്ടും കാണാം. ബൈ.